Okay, good morning my dear students. അപ്പോൾ ഇതുവരെ നമ്മൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡാണ് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. ഇനി നമുക്ക് ഇത് സെയിം കാര്യങ്ങൾ തന്നെ സപ്ലൈയിലും ചെക്ക് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ സപ്ലൈ? വാട്ട് യു മീൻ ബൈ സപ്ലൈ? സപ്ലൈ മീൻസ് മാർക്കറ്റ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ മാനേജേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ്. This is because that is where they buy their resources and sell their products. One aspect of the market is demand. It reflects what people are willing and able to buy at each price in a given period. The other element of a market is supply. It reflects what producers are willing and able to produce at each and every price. അപ്പോൾ സപ്ലൈ എന്താ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ എത്തുന്നതിന് മുൻപ് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറയുന്നുണ്ട്. മാർക്കറ്റ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ മാനേജേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഒരു മാനേജറിന് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഒരു പെർട്ടിക്കുലർ നമ്മുടെ പ്രോഡക്റ്റ് വിൽക്കുന്ന മാർക്കറ്റ് പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. ദിസ് ഈസ് ബിക്കോസ് ദാറ്റ് ഈസ് വേർ ദേ ബൈ ദെയർ റിസോഴ്സസ് ആൻഡ് സെൽ ദെയർ പ്രൊഡക്ട്സ്. കാരണം ആ മാർക്കറ്റിൽ നിന്നാണ് നമ്മൾ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നത്, ആ മാർക്കറ്റിൽ തന്നെയാണ് നമ്മുടെ പ്രോഡക്ട്സും സെല് ചെയ്യുന്നത് അല്ലേ. വൺ ആസ്പെക്റ്റ് ഓഫ് എ മാർക്കറ്റ് ഈസ് ഡിമാൻഡ്. അപ്പോൾ ഈ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന ഡിമാൻഡ് എന്താ എന്നുള്ളത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലേ. ഇറ്റ് റിഫ്ലെക്ട്സ് വാട്ട് പീപ്പിൾ ആർ വില്ലിങ് ആൻഡ് ഏബിൾ ടു ബൈ അറ്റ് ഈച്ച് പ്രൈസ് ഇൻ എ ഗിവൺ പീരീഡ്. ഒരു പെർട്ടിക്കുലർ സമയത്ത് ഒരു പെർട്ടിക്കുലർ മാർക്കറ്റിലെ പീപ്പിൾ, അതായത് കൺസ്യൂമേഴ്സ്, അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ് എന്തിനാണ് വില്ലിങ്, അല്ലെങ്കിൽ അവരുടെ എബിലിറ്റി എന്താണ്, ഒരു പ്രോഡക്റ്റ് വാങ്ങാനോ വിൽക്കാനോ അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യാനോ എന്താണ് അവരുടെ വില്ലിങ്നെസ്, അവരെത്ര ഏബിൾ ടു പേയ്മെൻറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, അതൊക്കെ അറിഞ്ഞിരിക്കുക തന്നെ വേണം അല്ലേ. ദ അതർ എലമെൻറ്റ് ഓഫ് എ മാർക്കറ്റ് ഈസ് സപ്ലൈ. അപ്പോൾ ഡിമാൻഡിനെ പോലെ തന്നെ ഒരു മാനേജർ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത് മാർക്കറ്റിലെ എന്താണ്, സപ്ലൈ എന്താണെന്നുള്ളതാണ് അല്ലേ. ഇറ്റ് റിഫ്ലെക്ട്സ് വാട്ട് പ്രൊഡ്യൂസേഴ്സ് ആർ വില്ലിങ് ആൻഡ് ഏബിൾ ടു പ്രൊഡ്യൂസ് അറ്റ് ഈച്ച് ആൻഡ് എവറി പ്രൈസ്. അപ്പോൾ ഡിമാൻഡിൻ്റെ കേസിൽ എന്താ പറഞ്ഞത്? എന്താണോ ഒരു കൺസ്യൂമർ വാങ്ങാനും അതേപോലെ തന്നെ അദ്ദേഹം സ്പെൻഡ് ചെയ്യാനും വില്ലിങ് ആയിട്ടുള്ള കോൺസെപ്റ്റ്, ഒരു പെർട്ടിക്കുലർ അതാണ് ഒരു പെർട്ടിക്കുലർ ഡിമാൻഡ് അല്ലേ. അപ്പോൾ സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ പ്രൊഡ്യൂസേഴ്സ് വില്ലിങ് ആയിട്ടുള്ളത്, അറ്റ് വാട്ട് പ്രൈസ് ദേ ആർ ഏബിൾ ടു സെൽ എ പ്രോഡക്റ്റ്, അത് തന്നെയാണ് മാർക്കറ്റിലെ രണ്ടാമത്തെ എലമെൻറ്റ്. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സപ്ലൈ എന്താണെന്നും അതിൻ്റെ എലാസ്റ്റിസിറ്റി എന്താണെന്നും നോക്കാം. ഓക്കെ നോക്കൂ, മീനിങ് ഓഫ് സപ്ലൈ. Supply means quantity of a commodity a firm or a producer is willing to supply at a given price during given period of time. Harvey gives a simple definition for supply. He defines supply as how much of a good will be offered for sale at a given time. According to Professor S.E. Thomas, the supply of goods is the quantity offered for sale in a given market at a given time at various prices. Thus, supply is the actual quantity offered for sale in a given market at a given price over a given period of time by a firm or a producer. In short, supply is the quantity of goods which producer or seller agree to sell in market at a certain price. Supply does not mean stock. Supply and stock are totally different. Stock is the total quantity of a commodity held by the seller. Supply is that part of stock which is offered for a sale at a price. Supply is the quantity actually bought into in the market for sale. Thus, supply is part of stock and stock is potential supply. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എന്താണ് മീനിങ് ഓഫ് സപ്ലൈ എന്നുള്ളത്. ഒന്ന് രണ്ട് വ്യക്തികൾ സപ്ലൈനെ ക്ലിയർ കട്ടായിട്ട് ഡിഫൈൻ ചെയ്തതും പറയുന്നുണ്ട് അല്ലേ.
സപ്ലൈ എന്താ ഫസ്റ്റ് ഡെഫിനേഷൻ ഹാർവിയുടെ പറയുന്നുണ്ട്, അതേപോലെ തന്നെ SC തോമസിൻ്റെയും പറയുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ മീനിങ് ഇതാണ്: പ്രൊഡ്യൂസേഴ്സ് എത്ര ക്വാണ്ടിറ്റി എത്ര ഗിവൺ പോയിൻ്റ് ഓഫ് പ്രൈസിൽ വിൽക്കാൻ തയ്യാറാവുന്നുണ്ട്, അത് തന്നെയാണ് സപ്ലൈ എന്നാണ് ഈ പറഞ്ഞ എല്ലാ ഡെഫിനേഷൻ കൊണ്ടും അർത്ഥാക്കുന്നത്. ഓക്കെ, അപ്പോൾ സപ്ലൈ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതൊരു സ്റ്റോക്കല്ല. സ്റ്റോക്കും സപ്ലൈയും ഡിഫറെൻ്റ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഡിമാൻഡിന് നമ്മളൊരു ലോ ഓഫ് ഡിമാൻഡ് പറഞ്ഞിരുന്നു. പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ ഡിമാൻഡ് കുറയും, ഡിമാൻഡ് കുറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് കൂടും എന്നുള്ള രീതിയിൽ നമ്മൾ ലോ ഓഫ് ഡിമാൻഡ് പറഞ്ഞിരുന്നു. ഇനി അതുപോലെ തന്നെ ലോ ഓഫ് സപ്ലൈ ഉണ്ട്. അതെന്താ നോക്കാം. ദ ലോ ഓഫ് സപ്ലൈ ഈസ് നോൺ ആസ് ദ സെക്കൻഡ് ലോ ഓഫ് മാർക്കറ്റ്. അപ്പോൾ മാർക്കറ്റിൻ്റെ രണ്ടാമത്തെ നിയമമാണ് ഈ ലോ ഓഫ് സപ്ലൈ എന്നാണ് പറയുന്നത്. എ ഹൈ പ്രൈസ് എൻകറേജസ് സപ്ലയർ ടു പ്രൊഡ്യൂസ് ആൻഡ് സെൽ മോർ ഓഫ് ഗുഡ്സ്. ദ ഹയർ ക്വാണ്ടിറ്റി സപ്ലൈ. അക്കോർഡിംഗ് ടു the law of supply states that at a higher prices higher quantity will be supplied and at lower prices lesser quantity will be supplied. Marshall stated the law of supply as: other things remaining constant, more is offered for sale at higher prices than at the lower prices. Thus the law establishes a direct relationship between price and supply. ഇവിടെ നമ്മൾ നേരത്തെ ലോ ഓഫ് ഡിമാൻഡ് കൺസ്യൂമേഴ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് പറഞ്ഞിരുന്നത്, അല്ലേ? ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ നിൽക്കുന്ന കൺസ്യൂമർ, മാർക്കറ്റിൽ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ നിൽക്കുന്ന കൺസ്യൂമർ പ്രൈസ് കൂടി കണ്ടു കഴിഞ്ഞാൽ അയാൾ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിന് എതിരെയുള്ള ഡിമാൻഡ് കുറയ്ക്കും. അതേപോലെ പ്രൈസ് കുറഞ്ഞിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണെന്ന് വെച്ചാൽ ആ കൺസ്യൂമർ ഒരുപാട് ആ പ്രോഡക്റ്റ് വാങ്ങാനുള്ള ഡിമാൻഡ് കാണിക്കും, അല്ലേ? ഇവിടെ നമ്മൾ ലോ ഓഫ് സപ്ലൈയിൽ കൺസ്യൂമറിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ അല്ല കാണിക്കുന്നത് സപ്ലയറുടെ പോയിൻ്റ് ഓഫ് വ്യൂ ആണ്. അതായത് പ്രോഡക്റ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സപ്ലയറുടെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് പറയുന്നത്. അവിടെ എന്തായിരിക്കും, പ്രൈസ് കൂടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രൊഡ്യൂസേഴ്സ് കൂടുതൽ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും. നേരെ മറിച്ച് പ്രൈസ് കുറവാണെന്ന് വെച്ചാലോ പ്രൈസ് ക്വാണ്ടിറ്റി ഇവർ കുറച്ചേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ, സപ്ലൈ ചെയ്യുള്ളൂ. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് നമ്മൾ സാധാരണ ഡിമാൻഡ് കേവ് സ്ലോപ്സ് ഡൗൺവേർഡ്സ് ആണ് കണ്ടിരിക്കുന്നത്, അല്ലേ? പക്ഷേ ഇതിൻ്റെ കേവ് ഒരു ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. എന്താ നമുക്ക് നോക്കാം. സപ്ലൈ കേവ് പറയുന്നുണ്ട്: as stated above, when the price is low, the firm or the producer will supply only lesser quantity. He will supply more only at a higher price. Thus there is a direct relationship between price and supply. So the supply curve will generally rise upward from left to right. The supply curve is also shown in the following graphs, figure 18. When the price is OP, okay, OP നിങ്ങൾ ആ ഗ്രാഫിൽ കാണുന്നുണ്ട് വിചാരിക്കുന്നു. ഒന്ന് OP ഒന്ന് നോക്കുക. OP പറഞ്ഞാൽ നടുവിൽ ഉള്ള ലൈനുകളാണ് അധികം പറയുന്നത്. ആ പ്രൈസ് കൂടിയും കുറയും, P1 P2 ആവുന്നുണ്ട്, ക്വാണ്ടിറ്റി Q1 Q2 ആവുന്നുണ്ട്. അപ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈഡ് X ആക്സിസിലും Y ആക്സിസിൽ പ്രൈസുമാണ് പറയുന്നത്. ഓക്കെ, അതിൽ പ്രൈസ് OP പറയുന്നുണ്ട്. OP ദ ക്വാണ്ടിറ്റി സപ്ലൈഡ് ഈസ് OQ. അപ്പോൾ OP എന്ന പ്രൈസിൽ എത്ര സപ്ലൈ ചെയ്യുന്നുണ്ട്? OQ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി അത് ഈ പറഞ്ഞ പോലെ P2 ആവുമ്പോൾ അത് Q2 ആവുന്നുണ്ട്. അതായത് എത്രത്തോളം ഇൻക്രീസ് പ്രൈസിൽ ഉണ്ടാവുന്നുണ്ടോ അത്രത്തോളം സപ്ലൈയും കൂടുന്നുണ്ട്. സാധാരണഗതിയിൽ ഡിമാൻഡ് കേവ് സ്ലോപ്സ് ഡൗൺവേർഡ്സ് ആണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇവിടെ സപ്ലൈ കേവ് ഈസ് മൂവിങ് അപ്വേർഡ്, അല്ലേ? ജനറലി റൈസ് അപ്വേർഡ് ആണ്. ലെഫ്റ്റ് ടു റൈറ്റിൽ നിന്ന് അപ്വേർഡ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റാണ് കാണിക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഡിമാൻഡ് കേവ് ഷോസ് ഹൗ ബയേഴ്സ് ബിഹേവ്. അപ്പോൾ എങ്ങനെ ഡിമാൻഡ് കേവ് എപ്പോഴും ബയേഴ്സ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ള രീതിയിലാണ് നമുക്ക് ഡിമാൻഡ് കേവിൽ കാണിക്കപ്പെടുന്നത്. പക്ഷേ സപ്ലൈ കേവ് ഹൗ സെല്ലേഴ്സ് ബിഹേവ്, സെല്ലേഴ്സ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതാണ് സപ്ലൈ കേവിൽ കാണിക്കുന്നത്. ഓക്കെ, ഇനി ഈ അസംഷൻസ് ചില കാര്യങ്ങൾ അസ്യൂം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു നിയമം പറഞ്ഞു തരേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ അസ്യൂം ചെയ്യേണ്ടത്? ദ ലോ ഓഫ് സപ്ലൈ ഈസ് ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് അസംഷൻസ്. ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ ടോട്ടൽ ഇൻകം ഓഫ് ദ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. ബയ്യറിൻ്റെയും സെല്ലറിൻ്റെയും ഇൻകത്തിൽ യാതൊരു ചേഞ്ചും വരാൻ പാടില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഈ ഒരു ലോ ഓഫ് സപ്ലൈ വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ,
ദെൻ രണ്ടാമത്തെ പോയിൻ്റ് പറയുന്നുണ്ട്, സെക്കൻഡ് പോയിൻ്റ് എന്താണ് പറയുന്നത്, ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദ ലെവൽ ഓഫ് ടെക്നോളജി ഇപ്പോൾ യൂസ് ചെയ്യുന്ന ടെക്നോളജി ഒന്നും മാറാൻ പാടില്ല. ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദ പ്രൈസസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, അതായത് അനുബന്ധ ഗുഡ്സിൻ്റെ പ്രൈസസിൽ ഒരു വ്യത്യാസം പാടില്ല. ദ പ്രൈസ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ റിമെയിൻസ് അൺചേഞ്ച്ഡ്, നമ്മൾ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളിൽ, അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ ഒരു ചേഞ്ചും വരാൻ പാടില്ല. പിന്നെ പ്രൊഡക്ഷൻ ഈ സബ്ജക്റ്റ് ടു ലോ ഓഫ് കോൺസ്റ്റൻറ്റ് റിട്ടേൺസ്, എപ്പോഴും റിട്ടേൺ കിട്ടുന്ന ഒരു ബേസിസിലാണ് ഈ ഒരു ലോ സബ്ജക്റ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ സപ്ലൈ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഇലാസ്റ്റിക്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇലാസ്റ്റിക് ആണ്, കൂടെ കുറയോ ചെയ്യും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ മാത്രമാണ് ഈ ലോ ഓഫ് സപ്ലൈ വർക്കൗട്ട് ആവുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.